ചില കാര്യങ്ങൾ കാലമാണ് നമ്മളെ പഠിപ്പിക്കുക. സതുബ്ദീലക്കൽ അയ്യാമു മാ കുൻത ജാഹില. നിങ്ങൾക്കറിയാത്തത് ചിലപ്പോൾ കാലം നിങ്ങളെ പഠിപ്പിക്കും. ചിലരൊക്കെ നമുക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടവരായിരുന്നു എന്നുള്ളത് അവരുടെ നഷ്ടങ്ങളാണ്, അവരുടെ മരണങ്ങളാണ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഫഅസാബത്തുക്കും മുസീബത്തുൽ മൗത്ത്. മരണത്തെ മുസീബത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അപ്പൊ പ്രിയമുള്ളവരുടെ, ഇഷ്ടമുള്ളവരുടെ, അടുപ്പമുള്ളവരുടെ മരണം നമുക്ക് മുസീബത്താണ്, നമ്മുടെ സങ്കടമാണ്, നമ്മുടെ പരീക്ഷണമാണ്. ആ മരണങ്ങൾ നൽകുന്ന ചില തിരിച്ചറിവുകളുണ്ട്, ചില പാഠങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉസീബ അഹദുകും ബിമുസീബ. നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചാൽ, നിങ്ങൾക്കൊരു പരീക്ഷണം ബാധിച്ചാൽ, നിങ്ങൾക്കൊരു ദുഃഖം ബാധിച്ചാൽ, ഫൽയദ്കുർ മുസീബത്തഹു ബി ഫഇന്നഹ അഅ്ളമുൽ മസാഇബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ നിങ്ങൾ ഓർക്കണം. പ്രവാചകന്റെ വിയോഗമാകുന്ന മുസീബത്ത് നിങ്ങൾ ആലോചിക്കണം. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുസീബത്ത്. നമ്മുടെ ഉമ്മയുടെ വിയോഗത്തേക്കാൾ, നമ്മുടെ ഉപ്പയുടെ വിയോഗത്തേക്കാൾ, ദുനിയാവിൽ നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ എല്ലാം മരണത്തെക്കാളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുസീബത്ത്, അവന്റെ ഏറ്റവും വലിയ സങ്കടമെന്നുള്ളത് അവന്റെ ജീവനേക്കാൾ അവൻ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ്. ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി തട്ടിച്ചു നോക്കിയാൽ നമ്മുടെ ദുഃഖങ്ങൾ എത്രയോ ചെറുതാണ്. അബവായിൽ ഉമ്മയുടെ ഖബറിനരികിൽ കരയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തിൽ നമുക്ക് കാണാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്രമാത്രം വലിയ പരീക്ഷണം? ഉപ്പ മരണപ്പെടുമ്പോഴാണ് ഒരാൾ യതീമാകുന്നത്. ആ യുദ്ധം, ആ ഉപ്പ മരണപ്പെടുന്ന അവസ്ഥയുടെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുമ്പോഴാണ് ഉപ്പ മരണപ്പെടുന്നത്. ഉപ്പയുടെ മുഖം റസൂലുള്ളാഹിയുടെ ഓർമ്മകളിലില്ല, ഉപ്പയുടെ ലാളനകൾ റസൂലുള്ളാഹിയുടെ ഓർമ്മകളിലില്ല. ആ ഉപ്പയുടെ ഖബറിനരികിലേക്ക് ഉമ്മയുടെ കൂടെയുള്ള യാത്ര. അബവായിൽ 6-ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മയെ നഷ്ടപ്പെടുന്നത്. അവിടെ ഉപ്പയില്ലാത്ത, ഉമ്മ മരണപ്പെട്ട യതീമായി ഉമ്മു ഐമന്റെ കൈകളിൽ പിടിച്ച് മക്കയിലേക്ക് തിരിച്ചു വരുന്ന ആ 6 വയസ്സുകാരൻ എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടാകും, എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. കരഞ്ഞാൽ കണ്ണീര് തുടക്കാൻ ഒരു സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. കൂടെ ജീവിക്കാൻ ഒരു പെങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. ആൺമക്കളെല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു. ഫാത്തിമയല്ലാത്ത എല്ലാ പെൺമക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു. അത്രമാത്രം പരീക്ഷണങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയിട്ടുള്ളത്. ആ പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്തായി മാറിയിട്ടുണ്ട് എങ്കിൽ ഏതു മുസീബത്തും, ഏതു പരീക്ഷണവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുമാണ് അവർ പരിശ്രമിക്കേണ്ടത്. ഉമ്മയുടെ, നമ്മുടെ ഉപ്പയുടെ വിയോഗമെന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ വലിയ പരീക്ഷണമാണ്. ഉമ്മയില്ലാതാകുമ്പോൾ അള്ളാഹുവിലേക്കുയരുന്ന മറയില്ലാത്ത പ്രാർത്ഥനകളാണ് ഒരു മനുഷ്യന് നഷ്ടപ്പെടുന്നത്. ലോകത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച മറ്റൊരാളും ഉമ്മയല്ലാതെ, ഉപ്പയല്ലാതെ അത്രമാത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ആകാശങ്ങളിലേക്ക് നമുക്ക് വേണ്ടി കൈകൾ ഉയർത്തിയ ഒരാളും ഈ ലോകത്ത് നമ്മുടെ മാതാപിതാക്കളല്ലാതെ ഇല്ല എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വരുന്നു. കൊലപാതകിയാണ്,
വലിയ ഒരു പാതകം ചെയ്തിട്ടുണ്ട്, വലിയ ഒരു ദുൽമ് ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തിരിക്കുന്നു. എന്തിനാണ് വരുന്നത്? ഫഹല്ലി മിൻ തൗബ. ഇബ്നു അബ്ബാസ്, എനിക്ക് തൗബയുണ്ടോ? എന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമോ? അതറിയാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്റെ അരികിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള ചോദ്യം, ഉമ്മുക ഹയ്യ, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? നിന്റെ പാപങ്ങൾ പൊറുക്കാൻ നിന്റെ ഉമ്മ ഹയാത്തിലുണ്ടോ? ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ മറുപടി, ലാ ഇബ്നു അബ്ബാസ്, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല. തുബ് ഇലല്ലാഹ്, എങ്കിൽ നീ അള്ളാഹുവിനോട് തൗബ ചോദിക്കുക. ആ മനുഷ്യൻ തിരിച്ചുപോയി. ആളുകൾ ചോദിച്ചു, ലിമ സഅൽതഹു അൻ ഹയാത്തി ഉമ്മി, എന്തിനാണ് ഇബ്നു അബ്ബാസ് ഉമ്മയുടെ ഹയാത്തിനെ പറ്റി ചോദിച്ചത്? ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് എന്തിനാണ് ചോദിച്ചത്? അദ്ദേഹം വന്നത് ഞാനൊരു കൊലപാതകിയാണ്, തൗബയുണ്ടോ എന്ന് ചോദിക്കാനല്ലേ? അതിനുള്ള പരിഹാരങ്ങളല്ലേ പറയേണ്ടത്? എന്തിനാണ് ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്റെ മറുപടി, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജൽ മിൻ ബിർരിൽ വാലിദ. എനിക്ക് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാൾ വലിയ ഒരു അമൽ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു അമലും, ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നത് പോലെ മറ്റൊരു അമലും എനിക്കറിയുകയില്ല. ആ മനുഷ്യനൊരു വലിയ തിന്മ ചെയ്തിരിക്കുന്നു. ഇനി അല്ലാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യുക എന്ന അമലല്ലാതെ മറ്റൊരു അമൽ എനിക്കറിയുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് റബ്ബിലേക്ക് അടുപ്പിക്കാനുള്ള ഏറ്റവും വലിയ അമലാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്. മഹാനായ ഇയാസ് ഇബ്നു മുആവിയ, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു. അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. ചോദിക്കപ്പെട്ടു, എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, ലീ ബാബാൻ മഫ്തൂഹാനി മിനൽ ജന്ന ഫഉഗ്ലിക അഹദുഹുമാ. എനിക്ക് സ്വർഗത്തിലേക്കുള്ള 2 വാതിലുകൾ ഉണ്ടായിരുന്നു. എനിക്ക് സ്വർഗം നേടാനുള്ള 2 വാതിലുകൾ ഉണ്ടായിരുന്നു. ആ വാതിലുകളിൽ ഒരു വാതിലാണ് അടഞ്ഞിട്ടുള്ളത്. ആ സ്വർഗത്തിലേക്കുള്ള വാതിലുകളിൽ ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ മുൻഗാമികൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗം നേടാനുള്ള ഏറ്റവും വലിയ അവസരമാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർ നമ്മുടെ സ്വർഗത്തിന്റെ വാതിലുകളാണ്. ഏറ്റവും മാന്യമായിട്ടായിരിക്കണം നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഉപ്പയോട് നമ്മൾ പെരുമാറേണ്ടത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഔൻ അൽ മുസ്നി 2 അടിമയെ മോചിപ്പിച്ചു. 2 അടിമയെ അദ്ദേഹം മോചിപ്പിക്കുകയാണ്. ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അടിമയെ മോചിപ്പിച്ചത്? നല്ല വിലയുണ്ട് അടിമകൾക്ക്. ധാരാളം സമ്പത്ത് ചിലവഴിക്കണം. ധാരാളം സമ്പത്ത് ചിലവഴിച്ച് അടിമയെ മോചിപ്പിച്ചപ്പോൾ അവർ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിപ്പോൾ 2 അടിമയെ മോചിപ്പിച്ചത്? അതിന് അദ്ദേഹം നൽകിയ മറുപടി, ഫഅജാബഹ വകാന സൗതുഹു അഅലാ മിൻ സൗതിഹാ. എന്നെ ഉമ്മ വിളിച്ചു. എന്നെ ഉമ്മ മോനെ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഉമ്മാക്ക് മറുപടി കൊടുത്തപ്പോ എന്റെ ഉമ്മയേക്കാൾ എന്റെ ശബ്ദമുയർന്നു. എന്റെ ഉമ്മയേക്കാൾ എന്റെ ശബ്ദമുയർന്നു. അതെനിക്ക് അല്ലാഹു പുറത്തു നൽകണം. അതിനാണ് ഞാൻ 2 അടിമകളെ മോചിപ്പിച്ചിട്ടുള്ളത്. ഉമ്മയേക്കാൾ ശബ്ദമൊന്ന് മറുപടി കൊടുത്തപ്പോൾ ഉയർന്നത് വലിയ തെറ്റായി കണ്ട മുൻഗാമികളാണ് നമുക്കുള്ളത് എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സംസാരം കയർത്തുപോകുന്നത്? എങ്ങനെയാണ് പ്രായമായ ഒരു തള്ള, ഒരു തന്ത എന്ന രൂപത്തിലേക്ക് അവരെ മാറ്റി നിർത്താൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയുന്നത്? ഏറ്റവും മാന്യമായിട്ടായിരിക്കണം അവരോടുള്ള നമ്മുടെ സംസാരം. മഹാനായ അബൂ സർഅ ഹൈവത്ത് ഇബ്നു ശുറൈഹ് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ പണ്ഡിതനാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് പണ്ഡിതന്മാർക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത ആഴത്തിലറിവുള്ള മഹാപണ്ഡിതനാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ സദസ്സിലിരിക്കുകയാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ദീനു പഠിക്കുകയാണ്. അങ്ങനെ ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ കടന്നു വരുന്നത്. ഉമ്മ ആ പഠിപ്പിക്കുന്ന ദർസിന്റെ വില അറിയില്ല. ഉമ്മ ഒരു സാധാരണക്കാരിയാണ്. ആ ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു, ഖും യാ ഹൈവ ഫഅൽഖി ശഈറ ലിദ്ദജാജ്. മോനെ ഹൈവ, എന്റെ കുട്ടി, കോഴിക്കുട്ടികൾക്ക് എന്തെങ്കിലും ധാന്യങ്ങൾ ഇട്ടുകൊടുക്ക്, തീറ്റ ഇട്ടുകൊടുക്ക്.
എന്റെ കോഴിക്ക് നല്ല വിശപ്പുണ്ട് മോനെ, അതിനു പോയി വല്ല തീറ്റയും ഇട്ടുകൊടുക്ക്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ ഹദീസ് പഠിപ്പിക്കുന്ന ദർസിലാണ് അദ്ദേഹം. വിദ്യാർത്ഥികൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്താണ് ഉസ്താദ് ചെയ്യാൻ പോകുന്നത്? എന്താണ് ഞങ്ങളെല്ലാം ആദരിക്കുന്ന ബഹുമാന്യനായ പണ്ഡിതൻ ചെയ്യാൻ പോകുന്നത്? ദർസ് അടച്ചു വെച്ചു, കിതാബുകൾ അടച്ചു വെച്ചു. അദ്ദേഹം എഴുന്നേറ്റു. ഉമ്മ വിളിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ കാത്തിരിക്കുക. ഉമ്മയുടെ കോഴിക്ക് അതിന് തീറ്റ കൊടുത്ത് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റു പോകുന്ന നമ്മുടെ മുൻഗാമികളിൽ ഉമ്മ വിളിച്ചാൽ എന്താണ് നമ്മുടെ നിലപാട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അലി സൈനുൽ ആബിദീൻ ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാറില്ല. ആളുകൾ ചോദിച്ചു, അലി എന്തേ ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാത്തത്? അദ്ദേഹം നൽകിയ മറുപടി, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ ഉമ്മ നോക്കിയതിലേക്ക്, ഉമ്മ ഇഷ്ടപ്പെട്ടതിലേക്ക് ഞാനൊന്ന് മുൻകടന്നാൽ അതെന്റെ ഉമ്മാക്ക് പ്രയാസമാകുമോ, അതെന്റെ ഉമ്മാക്ക് സങ്കടമാകുമോ എന്നു പേടിച്ചുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നത് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ മാതാപിതാക്കളെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചുപിടിക്കാൻ കഴിയാത്ത സൗഭാഗ്യങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. പകരം വെക്കാനില്ലാത്ത അക്ഷരങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. ഉമ്മയില്ലാത്ത ജീവിതം സങ്കീർണമാണ്, ഉപ്പയില്ലാത്ത ജീവിതം സങ്കീർണമാണ്. ഈ ദുനിയാവിൽ സ്നേഹമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതത്തിലെ വല്ലാത്ത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവമാണ് ഈ ദുനിയാവിൽ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെടുന്ന സാഹചര്യം എന്നുള്ളത്. പ്രിയമുള്ളവരെ, അതിനു മുമ്പ് അവർ കൂടെ ഉണ്ടാകുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ചെറിയ ആഗ്രഹങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾക്കുള്ളത്. ഉപ്പ കൊണ്ടുവരുന്ന ഏതോ ചില മധുരപലഹാരങ്ങൾ, അത് ഉമ്മാക്ക് ആഗ്രഹമുണ്ടാകും. ഇടയ്ക്ക് ചോദിക്കും, മോനെ അതൊന്ന് വാങ്ങിത്താ, എത്ര വേണം അതിന്? കുടുംബത്തിലെ ഏതോ ചില കുടുംബക്കാരുടെ അരികിലേക്ക് അവരൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, അവിടെ ഒന്ന് പോകാനുള്ളൊരു കൊതിയുണ്ട്. 2 മണിക്കൂർ, 3 മണിക്കൂർ ഉമ്മയുടെ കൂടെ ചെലവഴിച്ചാൽ അവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ, അവരുടെ ചെറിയ ചെറിയ മോഹങ്ങൾ അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ മക്കളെ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ഉമ്മമാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഏതാനും സമയങ്ങൾ കൊണ്ട്, ഏതാനും തുച്ഛമായ പണങ്ങൾ കൊണ്ട് അവരുടെ കൊതി തീർക്കാൻ നമുക്ക് കഴിയും. മരിച്ചു കഴിഞ്ഞാൽ കൈയിങ്ങനെ നുവർന്നിരിക്കും. ലക്ഷങ്ങൾ നമ്മൾ ആ കൈകളിൽ കൊണ്ടുപോയി വെച്ചാലും അതവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. തണുത്തുറച്ച കൈകൾ, നമ്മുടെ കയ്യിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും ആ കൈകളിലേക്ക് ഒതുക്കില്ല. ഇനി ദുനിയാവിൽ ഒന്നും ആ കൈകൾ കൊണ്ട് നമ്മളിൽ നിന്ന് സ്വീകരിക്കില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കും, നൽകിയിരുന്നെങ്കിൽ, കൊടുത്തിരുന്നുവെങ്കിൽ, അവരുടെ ആഗ്രഹങ്ങളൊന്ന് സാധിപ്പിച്ചിരുന്നുവെങ്കിൽ. അതിനു മുമ്പ് പ്രിയമുള്ളവരെ, നമുക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തൊട്ടിലാട്ടിയ ഒരുപാട് കൈകൾ നമ്മുടെ തലോടൽ കൊതിക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടിലാട്ടിയ ആ കൈകൾ ഒന്ന് കൂടെ ഇരിക്കാനും, നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ ഉമ്മ എന്ന് പറഞ്ഞ് ഒന്ന് കൈകളിൽ തലോടാനും, ഉമ്മ എന്ന് പറഞ്ഞ് ഒന്ന് തലയിൽ ഒരു ചുംബനം നൽകാനും അവരാഗ്രഹിക്കുന്നുണ്ട്, അവർ കൊതിക്കുന്നുണ്ട്. നമ്മൾ തിരക്കിലാണ്. പ്രിയമുള്ളവരെ, ആ തിരക്കുകൾ മാറ്റിവെച്ച് നമ്മുടെ തൊട്ടിലാട്ടിയ ആ കൈകൾ ചേർത്തു പിടിക്കാൻ, അവരെ സ്നേഹിക്കാൻ, ചൂടുള്ള അവരുടെ ശരീരത്തിൽ ചുടുചുംബനങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ദൗത്യം എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കൾക്ക് തൗഹീദ് നൽകലാണ്, നമ്മുടെ ഉമ്മാക്ക് തൗഹീദ് എത്തിക്കലാണ്, നമ്മുടെ ഉപ്പാക്ക് തൗഹീദ് എത്തിക്കലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, യാ ബതി യാ ബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്റെ ഉപ്പ, എന്റെ പൊന്നു പിതാവേ, എന്തിനാണ് കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എന്ന്. ഉമ്മ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് വിശ്രമിക്കാൻ കഴിയില്ല. ഉപ്പ ജാറത്തിന്റെ അരികിലേക്ക് പോകുന്നുവെങ്കിൽ നമുക്ക് വിശ്രമിക്കാൻ കഴിയില്ല. തൗഹീദ് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാം. നമ്മളെക്കാൾ നോക്കുന്ന റബ്ബിലേക്കാണ് അവരുടെ യാത്ര.
തൗഹീദ് ഉണ്ടെങ്കിൽ കൂട്ടരെ നമുക്ക് ആശ്വസിക്കാം. റബ്ബിന്റെ സൽക്കാരം പോലെ, റബ്ബ് സ്വീകരിക്കുന്നത് പോലെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല, നമുക്ക് സൽക്കരിക്കാൻ കഴിയില്ല. പക്ഷെ തൗഹീദ് ഇല്ല എങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ അവർ ശിർക്കിലാണെങ്കിൽ, ഇന്നും ചരടിലും ഏലസിലും കഴിയുന്നവരാണെങ്കിൽ, എങ്ങനെയാണ് പറയാതെ മിണ്ടാതെ തൗഹീദ് എത്തിക്കാതെ നമുക്ക് കാലം കടിക്കാൻ കഴിയുക? അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, അവർ തൗഹീദിലേക്ക് എത്തണം. അവർക്ക് തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അജണ്ടയായി കണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിലായി മരണപ്പെടാനുള്ള തൗഫീക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു നൽകി.